നെക്സ്റ്റ് വൺ പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്സ് ആണ്. അതായത് PRT എന്ന് നമ്മൾ ഷോർട്ടായിട്ട് എഴുതും. PRTയെ കുറിച്ച് ചെറിയൊരു പാരഗ്രാഫ് ഉണ്ട്, നിങ്ങൾക്ക് വായിച്ചിരിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇനി നമ്മൾ നേരത്തെ LST, LFT, AST, EFT എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ PRTയിൽ നമുക്ക് വേണ്ട കുറച്ച് ടൈം എസ്റ്റിമേറ്റ്സ് ആണ് 3 ഓപ്റ്റിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ്, അതിന് നമ്മൾ T0 എന്ന് പറഞ്ഞ് സൂചിപ്പിക്കും. നോട്ടുണ്ട്. മോസ്റ്റ് ലൈക്ലി ടൈം എസ്റ്റിമേറ്റ്, അതിനെ നമ്മൾ TM എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യും. അതുപോലെ പെസിമിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ്, അതിനെ TP എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യും. ഇനി ഈ 3 കാര്യങ്ങളും കൂടെ വെച്ചിട്ട് നമ്മൾ എക്സ്പെക്റ്റഡ് ടൈം നമ്മൾ കണ്ടുപിടിക്കുകയാണ്. TE എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. TE എന്ന് പറഞ്ഞാൽ T0 പ്ലസ് 4TM പ്ലസ് TP ഡിവൈഡ് ബൈ 6 ആണ്. TE എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര ആക്ടിവിറ്റി ഉണ്ടോ അതുപോലെ ഓരോ ആക്ടിവിറ്റീനെ എടുത്തിട്ട് വേണം നമുക്ക് ചെയ്യാൻ. ഇനി ആ സ്റ്റെപ്സ് PRT കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്റ്റെപ്സാണ്. പക്ഷേ ഈ സ്റ്റെപ്സ് പോലെ തന്നെ ആവണമെന്നില്ല, ഒന്നും കൂടെ നമുക്ക് സിമ്പിളായിട്ട് പ്രോബ്ലം ചെയ്യാൻ കഴിയും. അപ്പോൾ സ്റ്റെപ്പ് ഇതാണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം, നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. ഇതാണ് ക്വസ്റ്റ്യൻ. എ പ്രോജക്റ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദി നെറ്റ്വർക്ക് ഷോൺ ബിലോ ആൻഡ് ഹാസ് ദി ഫോളോയിങ് ഡാറ്റ. ടാസ്ക്, ഒപ്റ്റിമിസ്റ്റിക് ടൈം, പെസിമിസ്റ്റിക് ടൈം, മോസ്റ്റ് ലൈക്ലി ടൈം ഒക്കെ തന്നിട്ടുണ്ട് നമുക്കിവിടെ. ഒക്കെ എളുപ്പമാണ്. പിന്നെ കൂടെ എക്സ്പെക്റ്റഡ് ടാസ്ക് ടൈംസ്, അതായത് TE കാണണം. അതുപോലെ അതിൻ്റെ വാരിയൻസ് സിഗ്മ സ്ക്വയർ കാണണം. കാണാനുള്ള ഫോർമുല അവിടെ തന്നിട്ടുണ്ട്. അതുപോലെ ദി ഏർലിയസ്റ്റ് ആൻഡ് ലേറ്റസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈംസ്, അതുപോലെ ക്രിട്ടിക്കൽ പാത്ത്. അപ്പോൾ ക്രിട്ടിക്കൽ പാത്തൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട് ഈവണം. അത് ക്രിട്ടിക്കൽ പാത്തും അതുപോലെ ലേറ്റസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈംസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ CPM ചെയ്ത പോലെ തന്നെയുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യണം. ആദ്യം നമുക്ക് ഇത് വെച്ചിട്ട് തന്നിരിക്കുന്ന T0, TM, TP ഒക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങളൊന്ന് ടേബിളാക്കി ചെയ്ത് നോക്കാം. ആക്ടിവിറ്റി ഓരോന്നും ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പിക്ചറും കൂടെ വെച്ചിട്ടാണ് 1, 2, 1, 3, 1, 4 ഒക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ T0, TP കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് എഴുതിയതാണ് TM. ഈ TE കാൽക്കുലേറ്റ് ചെയ്യുകയാണ് നമ്മൾ ഫോർമുല. ഈ ഒരു ഫോർമുല വെച്ചിട്ട് TE = T0 പ്ലസ് 4TM പ്ലസ് TP ബൈ 6. ആക്ടിവിറ്റി 1 to 2 എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ TE എന്ന് പറയുന്നത് അവിടെ വരുന്ന T0 1 to 2-ൽ T0 5 ആണ്, TP 10 ആണ്, TM 8 ആണ്. അത് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് 7.8 എന്നുള്ള വാല്യൂ കിട്ടും നമുക്ക്. ഓക്കെ. TE എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് ഡ്യൂറേഷൻ, ടൈം ഡ്യൂറേഷനാണ് അവിടെ വരുന്നത്. ഇതിൽ സിഗ്മ സ്ക്വയർ കാണുന്നത് TP - T0 ബൈ 6 ഹോൾ സ്ക്വയർ ആണ്. അതോടെ നമുക്ക് വാല്യൂ 0.694 എന്ന് കിട്ടും. ഇത് ആക്ടിവിറ്റി 1, 2 ആണ്. അതുപോലെ എത്ര ആക്ടിവിറ്റി ഉണ്ട് അത്രയും നമ്മൾ കാണണം. 1 to 3 കാണണം, 1 to 4 കാണണം, 2 to 5, 2 to 6, 3 to 6, 4 to 7, 5 to 7, 6 to 7. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ ഉള്ളൊരു ആൻസർ നമുക്കവിടെ കിട്ടുന്നതാണ്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ള ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈംസും അതുപോലെ തന്നെ ലേറ്റസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈംസും ആണ്. അത് കാണാൻ വേണ്ടിയിട്ട് CPM ചെയ്ത പോലെ തന്നെ ഫോർവേഡ് പാസ് കമ്പ്യൂട്ടേഷനും ബാക്ക്വേഡ് പാസ് കമ്പ്യൂട്ടേഷനും ഉപയോഗിച്ച് E1 to E7 വരെ കാണണം. അതുപോലെ L7 മുതൽ L1 വരെയും കണ്ടുപിടിക്കണം. ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തുകൊണ്ട് നമുക്കൊരു അറിയാം എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ. അതുപോലെ ഇത്രയും വാല്യൂസ് അതിലൂടെ കിട്ടും. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ആരെ കണ്ടുപിടിക്കാൻ പറ്റും? ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. ആ പിക്ചർ ഈ രീതിയിൽ വരും. ഇവിടേക്ക് വരുന്ന സംഭവങ്ങൾ ഞാനൊന്ന് പറഞ്ഞു തരാം. E1, L1, E2, L2 അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടിയതൊക്കെ ഇവിടെ നമ്മൾ എഴുതുന്നു. പിന്നെ നമുക്ക് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് ഇതാണ് വരുന്നത്. 1 to 4, 4 to 7. ഇതിന് നമ്മൾ ഡാർക്കും ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഈ B(20) ഈ ഡ്യൂറേഷനാണ്. എക്സ്പെക്റ്റഡ്, അതായത് നമ്മൾ TE വാല്യൂസാണ്. അതായത് ഇവിടെ B(20) ആണ് വരുന്നത്. അതായത് 1 നിന്ന് 3 കിട്ടുന്ന നമ്മുടെ TE വാല്യൂ, അതിന് 20 നമുക്കിവിടെ വരും. A എന്ന് പറയുന്നത്
1 2 വരുന്ന ഡ്യൂറേഷനാണ്. അതായത് 1 to 2 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് 7.8 ആണ്. അങ്ങനെ ആ ഒരു വാല്യൂസ് എല്ലാം നമ്മളിതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നു. നമ്മുടെ പിക്ചർ റെഡി. ക്രിട്ടിക്കൽ പാത്തായി, ഏർലിയസ്റ്റ് ആൻഡ് ലേറ്റസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈംസ് എല്ലാം നമുക്കവിടെ കിട്ടുന്നതാണ്.